ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 04884232 കേന്ദ്ര സർക്കാരിന്റെ ഉത്സവാഘോഷങ്ങളിൽ മേലുള്ള നിയമ ഭേദഗതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് താൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ടെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അതുപോലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആന എഴുന്നള്ളിപ്പിനെതിരായിട്ടുള്ള വിധിയുണ്ട്. അതിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ച് സ്റ്റേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആശ്വാസം പകരുന്ന രൂപത്തിലാണ് അത് വന്നിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഉത്സവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പല രൂപത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വെടിക്കെട്ട് നിരോധനത്തിന് വേണ്ടി ഏർപ്പെടുത്തിയ 35ഓളം ഭേദഗതികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഞാൻ പീയൂഷ് ഗോയലിന് കത്തയച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉത്സവങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം മുറ പോലെ ഓരോ ക്ഷേത്രത്തിലും നടക്കണം. ആ ആചാരാനുഷ്ഠാനങ്ങൾ ഒരു തരത്തിലും നമുക്ക് നിഷേധിക്കാൻ പാടില്ല. ശബരിമലയായിരുന്നാലും ഗുരുവായൂരായിരുന്നാലും അതിൻ്റെ എല്ലാം ഈ കാലഘട്ടത്തിലെ ഉത്സവങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് വരികയാണ്. ശബരിമല ഏതാണ്ട് തീർത്ഥാടനം ഇന്നിപ്പോൾ 8-ാം തീയതി എത്തിക്കഴിഞ്ഞു. 6 ദിവസം കൂടി കഴിഞ്ഞാൽ മകരവിളക്കാണ്. ഇതുവരെ ഒരു രൂപത്തിലുള്ള പരാതിയോ പരിഭവമോ ബുദ്ധിമുട്ടോ ഇല്ലാതെ തീർത്ഥാടകർക്ക് സുഖമായ ദർശനം ഉറപ്പാക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡുകളെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള ധന്വന്തരി പുരസ്കാര സമർപ്പണവും വൈദ്യസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈദ്യസംഗമവും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഡി രാമനാഥനാണ് ധന്വന്തരി പുരസ്കാരത്തിന് അർഹനായത്. മന്ത്രി വി എൻ വാസവൻ പുരസ്കാര സമർപ്പണം നടത്തി. എല്ലാ കാലത്തും പ്രസക്തിയുള്ള ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. പല രോഗങ്ങൾക്കും പ്രതിവിധി ആയുർവേദമാണെന്നും ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടലാത്ത്, MB മുരളി, ഡോക്ടർ വിഷ്ണു നമ്പൂതിരി, ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ധന്വന്തരി ആയുർവേദ ആശുപത്രി വികസന സമിതി ചെയർമാൻ അബാൽ മണി, ദേവസ്വം ഓഫീസർ PB ബിജു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അരുൺ കൈമൾ എന്നിവർ സംസാരിച്ചു. VCV ന്യൂസ്, നെല്ലുവായ്.